അങ്ങനെ നമ്മുടെ അനി നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നവീൻ എൻ്റെ ഡൈവേഴ്സിന് വേണ്ടി എന്തെങ്കിലും കോടതിയിൽ പറയുന്ന എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി നേരെ ചെല്ലുന്നത് നവീൻ്റെ അടുത്തേക്ക്. നവീനോട് പറയുന്നുണ്ട്, എടാ നാളെ കോടതിയിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ശരിയാക്കി തരണം എന്ന് പറയേണ്ട അനി. ആ സമയത്ത് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നാളെ നിനക്ക് ഡൈവേഴ്സ് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മുടെ അനീനെ കുറച്ച് പേടിപ്പിക്കേണ്ടത് നമ്മുടെ നവീൻ. എന്തായാലും പിറ്റേ ദിവസം കോടതി കൂടുന്നുണ്ട്. കോടതി കൂടുന്ന സമയത്ത് നമ്മുടെ നവീൻ കോടതിയിൽ പറയുന്നുണ്ട്, അനാമികയ്ക്ക് സ്റ്റെബിൻ പറഞ്ഞൊരു ചെക്കനായിട്ട് അടുപ്പുണ്ടെന്ന് ഞാൻ വെറുതെ കോടതിയോട് പറഞ്ഞതല്ല, അതിന് ജീവിച്ചിരിപ്പ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റെബിനെ കോടതിയിൽ വിളിക്കുന്നുണ്ട്. എന്തായാലും കോടതിയുടെ മുന്നിൽ നമ്മുടെ അനാമികയുടെ കളത്തരങ്ങൾ മുഴുവനും നമ്മുടെ നവീൻ പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ അനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാവുണ്ട്. എന്തായാലും നമ്മൾ അനാമിക കയറിയിട്ട് കോടതിയിൽ പറയുന്നുണ്ട്, ഈ കോടതി പെണ്ണുങ്ങൾക്ക് ഒരു നിയമവും ഇല്ലേ, പെണ്ണുങ്ങൾക്ക് ഒന്നും നിങ്ങൾ ചെയ്ത് തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജഡ്ജിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അതിന് പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരിത്തിരി ശരി വേണ്ടേ, അല്ലാതെ വെറുതെ അങ്ങനെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് കോടതി നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ അനിക്കും അനാമികയ്ക്കും ഡൈവേഴ്സ് അനുവദിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോടതി. അനിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട്, അനാമികയ്ക്കാണെങ്കിൽ വലിയ ദുഃഖമാവുണ്ട്. എന്തായാലും കോടതി പിരിയുന്നുണ്ട്. കോടതി പിരിഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്. നമ്മുടെ അനിക്കാണെങ്കിൽ കുറേ ദേഷ്യം വന്നിട്ട് എന്തായാലും അനാമികേനെയും അനാമികയുടെ അച്ഛനെയൊക്കെ കുറേ തെറി വിളിക്കുന്നുണ്ട്. ഇനിയെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നവീൻ അനീനെയും നന്ദുവിനെയും കളിപ്പിക്കുകയാണ്. അവരെ രണ്ടാളും എത്രയും പെട്ടെന്ന് നമ്മുടെ നവീൻ എന്നെ ഒന്നിപ്പിക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.